എത്താം. ശ്രീ ശ്യാംരാജ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ പോലീസ് ആർക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. ഗവർണർ സിസ തോമസുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇടപെടുന്നു. അതിന് പിന്നാലെ SFI പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ പരാതി നോക്കൂ, ഈ പരാതി ഇപ്പോഴത്തെ ഈ FIR-ൽ പറയുന്ന കാര്യങ്ങളാണ് സംഭവിച്ചതെങ്കിൽ എന്തുകൊണ്ട് രേഖാമൂലം ഒരു പരാതി നൽകുന്നതിൽ ഈ 3 ദിവസത്തെ സമയമെടുത്തു എന്നൊരു ചോദ്യമില്ലേ? ഈ പരാതിയിൽ പറയുന്നത് ഒരിക്കലും സംഭവിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവുമില്ലേ? പരാതി കൊടുത്തതാരാ? VC. കേസ് എടുത്തതാരാ? പോലീസ്. അതിപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? നോക്കൂ, ഇവിടെ SFIക്കാർക്കെതിരെ കേസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടോ കേരളത്തിൽ? അങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ടോ കേരളത്തിൽ? SFI പ്രവർത്തകരാണ്, അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി പാടില്ല. സമരം ചെയ്താൽ കേസുണ്ടാവും. സമരം ചെയ്ത് ഇതൊക്കെ ഇവരൊക്കെ ഏത് ലോകത്തുനിന്ന് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ആദ്യമായിട്ടാണ് കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും സമരമൊക്കെ നടക്കുന്നത്. സമരം എടുത്തൊക്കെ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേസുണ്ടാവും. ആ കേസ് എന്താണ്? കോടതിയിൽ പോകും. നമ്മളൊക്കെതിരെ എത്രയോ കേസുകളുണ്ട്. എൻ്റെ 2014 സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ ABP ഉള്ളപ്പോഴത്തെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ സമരം ചെയ്താൽ കേസുണ്ടാവും. ഇനി അതിനകത്ത് വരുംവരായികൾ എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണ്, കൃത്യം ഈ കേരളത്തിലുള്ള കേസുകൾ എടുക്കുന്ന എല്ലാ കേസുകളും കൃത്യം അനുദിനം അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സംശയമാണ്. ഒന്ന് എനിക്കിതിനകത്ത് പറയാൻ വേണ്ടിയുള്ള ഒരു കാര്യം, ഇവിടെ നോക്കൂ, ഈ പറഞ്ഞിട്ടുള്ള ക്യാമ്പസിലൂടെ എത്ര നുണ പറഞ്ഞാലും ഇതെങ്ങനെ സത്യം മറ്റേ നുണയായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. കാരണം ഈ ക്യാമ്പസിൽ ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകണ്ടേ, FIR ഉണ്ടാകണ്ടേ? എന്തുകൊണ്ടായിരിക്കും ഗവർണർ ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷം പോലീസിൽ പരാതി നൽകാമെന്ന് VC തീരുമാനിച്ചത്? അത് VCയോട് ചോദിക്കണം. അത് എനിക്കറിയില്ല. അതെന്താണ് കാര്യം എനിക്കല്ല. പക്ഷെ എനിക്കിതിനകത്ത് പരക്കെ ഞാൻ എനിക്ക് മനസ്സിലായുള്ള ഒരു കാര്യം, ഒന്ന് VCയുടെ അത് നിങ്ങൾ ചർച്ച ചെയ്തോളൂ. അത് നിങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തോളൂ. ഒരു കാര്യം അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒന്ന്, VCയുടെ ശവമഞ്ചം അവിടുത്തെ SFI പ്രവർത്തകർ ഒരുക്കിയിരുന്നു. അത് എത്ര നുണ പറഞ്ഞാലും അത് ഇല്ലാതാവില്ല. നിങ്ങൾ അതിന്റെ വീഡിയോ നിങ്ങളുടെ ന്യൂസ് 18 കാര്യമുണ്ടല്ലോ, അതൊന്ന് എടുത്തു നോക്കൂ. ചില പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇരുന്നിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലയൊക്കെ തല്ലി ഇരുന്നിട്ട് കരയാണ്. അതായത് ഏതോ ഒരു ശവത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് തന്നെ കാണിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. അതിന് ആരുടെ ശവമഞ്ചമായിരുന്നു? ഇനി പോട്ടെ, ഇപ്പോൾ കാലടി യൂണിവേഴ്സിറ്റിയിൽ SFIക്കാർ ചെയ്ത വിളക്കുകളുടെ ശവമഞ്ചം ഒരുക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, സമ്മതിച്ചു. 2016 സരസ്വതി ടീച്ചറിന്റെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സരസ്വതി ടീച്ചറിന് കുഴിമാടം ഉണ്ടാക്കി അതിന്റെ മേലെ റീത്ത് വെച്ചിട്ട് ടീച്ചറിന് കുഴിമാടം എഴുതി വെച്ചപ്പോൾ എന്തായിരുന്നു? അത് ഇവർ ടീച്ചറിന് അങ്ങനെ ചെയ്തല്ലേ, സരസ്വതി ടീച്ചറിന് അങ്ങനെ ചെയ്തല്ലേ? അന്ന് ഇവരുടെ നേതാവ് കൂടെ ആയിരുന്നിട്ടുള്ള ഇപ്പോഴത്തെ CPMന്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി MA ബേബി എന്താ പറഞ്ഞത്? ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ്. എന്ത് പഠിപ്പിച്ച 10-20 കൊല്ലം ക്യാമ്പസിൽ പഠിപ്പിച്ച അധ്യാപികയുടെ ശവമഞ്ചം, ശവക്കുഴി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്, അവരുടെ പേരെഴുതിയിട്ട് ഉണ്ടാക്കി വെക്കുന്നത് ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ്. അവിടെ നിർത്തിയോ? എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു ബീന ടീച്ചറിന്റെ കസേര കത്തിച്ചാറ. ഇതിന്റെയൊക്കെ ഓഡിയോ, ഇതിന്റെയൊക്കെ വീഡിയോ നിങ്ങളുടെ ഇല്ലേ? ഇതൊക്കെ ഇവർ ചെയ്തതാണ്. ഇതൊക്കെ ഇവർക്ക് ചെയ്യാമെന്ന് ഇവർ വിചാരിക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ ഒന്നുണ്ട് ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്തത്, ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന് എനിക്കറിയില്ല. ഇത് ഇവരെ ശവമഞ്ചം ഒരുക്കിയുള്ള പ്രതിഷേധം അത് ശരിയാ തെറ്റോ? അത് ഡിബേറ്റബിൾ ആണ്. അല്ല, നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് SFIയുടെ ഭാഗത്തുനിന്ന് അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് രേണുവിക്ക് ഞാൻ പറയുന്ന ചോദ്യം കംപ്ലീറ്റ് ആകട്ടെ. ഞാൻ എന്റെ ചോദ്യം കംപ്ലീറ്റ് ആകട്ടെ. ഞാൻ തെറ്റോ ശരിയോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരൂ. ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരൂ. ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ അഭിപ്രായം ചോദിച്ചതാണ്. ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ ചോദ്യം, SFI പ്രവർത്തകർ അധ്യാപകരുടെ കുഴിമാടം ഒരുക്കിയത് തെറ്റാണെന്നുള്ള അഭിപ്രായം രേണുവിക്ക് ഉണ്ടോ ഇല്ലയോ? ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ശ്രമിച്ച ചോദ്യം കംപ്ലീറ്റ് ചെയ്യാൻ ശ്യാംരാജ് എന്നെ അനുവദിക്കൂ. അതിനെ കുറിച്ചുള്ള ചർച്ച മാറ്റിവെക്കാം. ഇപ്പോൾ അങ്ങനെ ശവമഞ്ചം ഒരുക്കിയതിന് സംഘം ചേരൽ, കലാപം, ആളുകളെ തടയൽ, തടങ്കൽ വെച്ച് പരിക്കേൽപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന വകുപ്പുകളൊക്കെ ചുമത്തിയുള്ള കേസെടുക്കുക സാധ്യമല്ലല്ലോ. അപ്പോൾ ഇത് സിസ തോമസ് ഇതിനു ശേഷം രാത്രി അവിടെ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന കേസാണ്. ആ കേസിൽ പറയുന്ന സംഭവങ്ങൾ നടന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നടന്നിട്ടുണ്ടോ അവിടെ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു തെളിവ് പുറത്തു വരേണ്ടതല്ലേ? അത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് ഈ വൈസ് ചാൻസലർ പറയുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഒന്ന് നിങ്ങൾ ആ പോയിന്റ് ഒളിച്ചോടണ്ട. ഒന്ന്, SFI ഈ തരത്തിലുള്ള അധ്യാപകരുടെ കുഴിമാടം ഒരുക്കിയത് ശരിയോ തെറ്റോ എന്ന് രേണുവിക്ക് ന്യൂസ് 18 ഇരുന്ന് പറയാൻ വേണ്ടി പറ്റില്ലെങ്കിൽ അത് വല്ലാത്ത കഷ്ടമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഒന്നാമത് പറയാൻ പറ്റുള്ളൂ. എനിക്കെന്താ? അങ്ങനെയെങ്കിൽ രേണുയുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കെന്താ? ഞാനിവിടെ ഉണ്ടായിരുന്ന അവധിയോ? ചർച്ചയാണല്ലോ ഇത്, ചർച്ചയാണല്ലോ, അല്ലാതെ ലെക്ചറിങ് അല്ലല്ലോ.
രേണുകയുടെ ലെക്ചറിങ്, രേണുക അധ്യാപിക, ഞാൻ സ്റ്റുഡന്റ് ആയിട്ടുന്ന ലെക്ചറിങ് അല്ലല്ലോ, ചർച്ചയല്ലേ. ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പോൾ തിരിച്ച് അങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. അങ്ങനെയല്ല ചർച്ച ഉണ്ടാവുന്നു, അല്ലാതെ ലെക്ചറിങ് അല്ലേ ആവത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് രേണുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതായത് SFIയെ വിമർശിക്കാൻ, അവരുണ്ടാക്കിയ ശവക്കുഴികളുടെ പേരിൽ പോലും SFIയെ ഇടതുപക്ഷത്തെ വിമർശിക്കാൻ രേണുക അതിനകത്ത് തയ്യാറാവുന്നില്ല എന്നുള്ളത് എതിർത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. സഞ്ജീവിനോടുള്ള ആദ്യ ചോദ്യം തന്നെ അതായിരുന്നു. എനിക്കിപ്പോൾ എന്റെ ഏതെങ്കിലും നിലപാട് താങ്കളുടെ മുന്നിൽ തെളിയിക്കേണ്ടെന്ന് ആവശ്യമില്ല ശ്രീ ശ്യാംരാജൻ. എനിക്കത് തെളിയിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഞാനത് എന്ത് തെളിയിക്കാനാണ്? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ഈ ചാനൽ ചർച്ചയിൽ ആദ്യം ചോദിച്ച ചോദ്യം, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ രാഷ്ട്രീയം പ്രേക്ഷകർ കാണണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി ഞാൻ അടുത്ത് ചോദ്യം ചോദിച്ചെന്താലും എല്ലാ മനുഷ്യരെയും അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട ശ്യാംരാജൻ. ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റില്ല. താങ്കൾ ശബ്ദമുണ്ടാക്കാനാണെങ്കിൽ ശബ്ദമുണ്ടാക്കിക്കോളൂ, എനിക്ക് അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കേണ്ടത് SFIയുടെ പ്രതിനിധിയോട് ചോദിച്ചിരുന്നു. ഞാൻ ആ ചോദ്യം വിട്ടു, കാരണം താങ്കൾക്ക് അതിന് ഉത്തരം പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ ആ ചോദ്യം വിട്ടു. എനിക്ക് ഇങ്ങനെയുള്ള കൺക്ലൂഷനിലേക്ക് താങ്കൾ എത്തുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം തന്നെ SFI പ്രതിനിധിയോട് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞതാണ്. താങ്കൾ എന്നോട് അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ അത് ആദ്യം തന്നെ SFI പ്രതിനിധിയോട് ചോദിച്ചതാണ്. ചോദ്യം വിട്ടു, ഇനി ന്യായീകരിക്കരുത്. ഞാൻ താങ്കൾക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചോദ്യം വിട്ടു. എല്ലാം കാണുന്നവർ ഇത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ എന്താണെന്ന്. ഞാൻ അത് നിങ്ങളത് ഇനിയും ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കരുത്. പിന്നെ അടുത്ത കാര്യം, അടുത്ത ഒരു കാര്യം കൂടി പറയട്ടെ. ഒന്ന് നോക്കൂ, VCയെ കണ്ണൂർ VCനെ ആരെ PMO എന്നൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഒന്നും എനിക്ക് തോന്നുന്നത് ഈ SFIയുടെ പ്രതിനിധിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള CPM-ന്റെ ഒക്കെ നേതാക്കന്മാരോട് ചോദിക്കണം. PMO എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയൊരു സംവിധാനമാണ്. അവിടെ നിന്നിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ, കേരളത്തിലെ ഈ രാജ്യത്ത് എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെയുള്ള കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് അത് PMO എന്ന് വിളിച്ചിട്ട് അവിടെ നടത്തരുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ വളരെ വില കുറയ്ക്കുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ PMOയ്ക്ക് വിളിച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തരുതെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. PMO ഒന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്താ റോജി എം ജോൺ പറഞ്ഞ എന്താ, കൃത്യമായിട്ടുള്ള ലെറ്ററുകൾ കൊടുത്തില്ല. അങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് BJP പറഞ്ഞല്ലോ. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞാണ് എന്താണ്, കൃത്യമായിട്ടുള്ള ലെറ്ററുകൾ കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഞാൻ KSU അവിടുത്തെ പ്രവർത്തകരുടെ ഒരു ബൈറ്റ് കണ്ടപ്പോൾ അവർ പറയുന്നു അവർക്കും പെർമിഷൻ ഡയറക്ടർ കൊടുത്തിട്ടില്ല എന്നുള്ളത്. യൂണിവേഴ്സിറ്റി അല്ല, അവരുടെ പാലയാട് ക്യാമ്പസിലെ അവിടുത്തെ ക്യാമ്പസിന് ഡയറക്ടർ അവിടുത്തെ KSUവിൻ്റെ പ്രവർത്തകർക്ക് മുമ്പും SFIയുടെ പ്രവർത്തകർക്ക് ഇപ്പോഴും പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ ഈ സംഘപരിവാർ എന്ന് പറയുന്നത് എന്തിനാ? ഞാൻ വന്നപ്പോൾ തൊട്ട് ചർച്ച കേട്ടോണ്ടിരിക്കും, സംഘപരിവാർ അങ്ങനെ ചെയ്തു, സംഘപരിവാർ. നിങ്ങൾക്ക് നേരിട്ട് വൈസ് ചാൻസലറുമായിട്ട് സമരം ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറയുന്നേ. നിങ്ങൾ എന്തിനാണ് വെറുതെ, നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഒട്ടുമിക്ക അധ്യാപക സംഘടനകൾ ഇടതുപക്ഷത്തോട് ആമുഖ്യമുള്ള അടുത്ത് വന്നിട്ട് സംഘപരിവാർ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്? അല്ല, നിങ്ങൾ എന്തിനാ സ്വയം ഇങ്ങനെ പേടിക്കുന്നത്? ഏത് അവർ നടത്തിക്കൊണ്ട് അവർ നടത്തുന്നത് ഞങ്ങൾ എന്താ പറഞ്ഞു, ഞങ്ങൾ നടത്തണമെന്ന് പറഞ്ഞോ? BJP നടത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു ഷീ ഫെസ്റ്റിൽ വന്ന് പങ്കെടുക്കാൻ SFIയുടെ അഖിലേന്ത്യാ നേതാവ് എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് നിയമം അനുസരിക്കേണ്ടാത്ത ആളൊന്നും അല്ല. നിങ്ങൾ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പേപ്പർ കൊടുക്കണമെന്ന് അറിയില്ലേ? ഒരു പേപ്പർ കൊടുക്കുന്ന അറിയില്ലേ? എനിക്ക് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി കള്ളം പറഞ്ഞു. ചോദിക്കും, നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞു? ഞാനത് കേട്ടോണ്ടാണോ? അല്ലല്ല, എങ്കിൽ റോജി എം ജോൺ എന്തുകൊണ്ട് കള്ളം പറഞ്ഞു? അജണ്ട നടപ്പാക്കാനുള്ള ആയുധം അല്ലെങ്കിൽ സാഹചര്യം സർക്കാർ ഒരുക്കുന്നു എന്നതാണ് SFI ചോദിക്കുന്നത്. നോക്കൂ, ഞാൻ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പരിപാടി സർവകലാശാലകളിൽ നടത്താൻ എന്തെങ്കിലും തരത്തിൽ അവിടെ ഒരു പാളിച്ച വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കാനൊക്കെയുള്ള ഉത്തരവാദിത്തം സർവകലാശാലകളിലില്ലേ? നോക്കൂ, വിദ്യാർത്ഥികൾ അവിടെ ഒരു ഷീ ഫെസ്റ്റ് നടത്തുന്നത് കൊണ്ട് ആർക്ക് എന്ത് ദോഷം സംഭവിക്കാനാണ്? അവിടെ വിദ്യാർത്ഥി പ്രതിനിധിയായ ഐഷ ഘോഷ് വന്ന് സംസാരിച്ചു പോയാൽ എന്ത് പറ്റാനാണ്? അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തള്ളിവിട്ടതാരാണ്? എന്തുകൊണ്ടാണ് അതിന് എതിർപ്പ് വരുന്നത്? ഐഷ ഘോഷിന്റെ സാന്നിധ്യമാണ് എന്ന് പറയുന്നത്. ഐഷ ഘോഷിന്റെ സാന്നിധ്യമാണ്. എന്തുകൊണ്ടാണ് അതിന് അനുമതി നിഷേധിച്ചത്? സർവകലാശാല എന്തുകൊണ്ടാണ് അതിന് അനുമതി നിഷേധിച്ചത്? സർവകലാശാല അനുമതി ഞങ്ങൾ എന്ത് ചെയ്യാനാ? സർവകലാശാല VC ഞങ്ങളുടെ കയ്യിലാണോ?
അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപക സംഘടനകൾ മൊത്തം ഞങ്ങളുടെ ആൾക്കാരാണ്. ഒന്ന് ഇതിനകത്ത് എന്താ പ്രശ്നം? നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളുടെയും ഈ ഇടതുപക്ഷത്തിൻ്റെയും പ്രശ്നമുണ്ട്. ഒന്ന്, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ കയറി സംഘപരിവാർ എന്ന് പറയുന്ന ഇല്ലാത്ത ശത്രുവിനെ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. നിങ്ങൾക്ക് അതിനെന്തെങ്കിലും സമാധാനം കിട്ടുമെങ്കിൽ നിങ്ങൾ ഇനിയും ചെയ്ത ഒരു പ്രശ്നമില്ല. അതിനപ്പുറത്തേക്ക് വെറുതെ സംഘപരിവാർ നേറി വലിച്ചതിനകത്ത് ഇടേണ്ട ഒരു കാര്യമില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കണ്ണൂർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ നേരിട്ട് അത് നിയമവിരുദ്ധമാണത്. അങ്ങനെയെങ്കിൽ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഇതിനു മുമ്പുള്ള എല്ലാ VC-മാർ ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇടതുപക്ഷ അജണ്ടയായിരുന്നു. ഗവർണർ അത് ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചിട്ടല്ലേ, ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചിട്ട് VC അവിടെ പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നു, അദ്ദേഹത്തിന് പെർമിഷൻ, അദ്ദേഹം ഒരു കാര്യത്തിൽ പെർമിഷൻ കൊടുക്കാതിരിക്കുന്നു. വിദ്യാർത്ഥി ഒന്ന്, അതിനകത്ത് വെറുതെ സംഘപരിവാറിനെ വലിച്ചിടേണ്ട ആവശ്യമില്ല. രണ്ട്, SFI എന്ന് പറയുന്ന ഈ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കേണ്ടാത്ത, പെർമിഷൻ വേണ്ടാത്ത എന്തോ വലിയ സംഭവമൊന്നുമല്ല. കൃത്യമായിട്ടുള്ള നിയമവിധേയമായിട്ട് പ്രവർത്തിക്കേണ്ട അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ SFIയുടെ നേതാവ് വരുന്നു, എന്തുകൊണ്ട് തടഞ്ഞു എന്ന് ചോദിച്ചാൽ അത് ആ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളാണ്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ നിങ്ങൾ സമരം ചെയ്യണം. അല്ലാതെ അതിനകത്ത് വെറുതെ സംഘപരിവാർ RSSന് വേറെ പണിയുണ്ട്. നിങ്ങളുടെ ഒരു ക്യാമ്പസിലെ പരിപാടി മുടക്കലൊന്നും അല്ല RSSന്റെ പണി എന്ന് പറഞ്ഞത്. ശ്രീ ഷാജിർ ഖാൻ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.